നമസ്കാരം. എല്ലാവർക്കും മാബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക മാത്രമാണ്. ഇതൊരു ഷെയർ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ല. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന് തോന്നുമെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഈക്വിറ്റി പോർട്ട്ഫോളിയോ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ, അതാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ആ 2 ലക്ഷത്തിൻ്റെ 50%, അതായത് 1 ലക്ഷം ലാർജ് ക്യാപ്പ് മാർക്കറ്റ് ക്യാപ്പുള്ള ഫണ്ടിൽ അല്ലെങ്കിൽ കമ്പനികളിൽ നിക്ഷേപിക്കുക. ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ 1 മുതൽ 100 വരെയുള്ള കമ്പനികൾ. അതിൽ നമ്മൾ നല്ല ഫണ്ടമെൻ്റലായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും 52 വീക്ക് ഹൈ ഓർ ലോ ഈ ഷെയറുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ PE റേഷ്യോ, PB റേഷ്യോ, ഇൻട്രൻസിക് വാല്യൂ, ആ കമ്പനിയുടെ ബിസിനസ്, അതിൻ്റെ കടം എല്ലാം തന്നെ പരിഗണിക്കുക. നമ്മൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 to 5, അത് ഓരോരുത്തരുടെയും റിസ്ക് അനുസരിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 മുതൽ 5 കമ്പനികൾ 50%, 2 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ 1 ലക്ഷം രൂപ അത് ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ തന്നെ ഇടുക. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിലാകുമ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് കറക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നൊക്കെ തകരില്ല. ഉദാഹരണത്തിന് നിഫ്റ്റി 100 കമ്പനീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോ ആപ്പാണ്. നമുക്കിതിൽ കാണാൻ കഴിയും 100 കമ്പനീസിൻ്റെ പ്രൈസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഒരു 4-5 കമ്പനികൾ തിരഞ്ഞെടുക്കുക. പല സെക്ടറുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, പഠിക്കുക, വാച്ച് ലിസ്റ്റിൽ ഇടുക. അതിനുശേഷം നമ്മൾ നന്നായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഏതെങ്കിലും ഒരു 4 അല്ലെങ്കിൽ 5 കമ്പനിയിൽ തുല്യമായിട്ട് 1 ലക്ഷം രൂപയിൽ തുല്യമായിട്ട് വീതിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ അടുത്തതായി എടുത്തേക്കുന്നത് സിറോദയുടെ നിഫ്റ്റി 100. അതിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ PE റേഷ്യോ, PB റേഷ്യോ, 1 ഇയർ റിട്ടേൺ എല്ലാം നമുക്കതിൽ കാണാൻ കഴിയും. അപ്പം അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല കമ്പനികളിൽ നോക്കി ടാറ്റ ക്യാപ്പ്, HDFC, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ പഠനം നടത്തി തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് നോക്കാനുള്ളത് മിഡ് ക്യാപ്പുകളാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഒരു നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 101 മുതൽ 250 വരെയുള്ള കമ്പനികൾ. അതിൽ നിന്ന് നമ്മൾ ഫണ്ടിൻ്റെ ഒരു 20% നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക. 20% ആകുമ്പോൾ 40,000 രൂപ. അതിലൊരു 3 കമ്പനി അല്ലെങ്കിൽ 4 കമ്പനി. അതും ഇതുപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള PE റേഷ്യോ, PB റേഷ്യോ എല്ലാം നോക്കി നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികൾ നോക്കി വാങ്ങുക. മിഡ് ക്യാപ്പിലാകുമ്പോൾ നല്ല ഏർണിങ്സ് എല്ലാം നോക്കി, ചെറിയ റിസ്ക് ഉണ്ട് മിഡ് ക്യാപ്പിലാകുമ്പോൾ, പക്ഷേ അതുപോലെ നമുക്ക് റിവാർഡും കിട്ടും. അപ്പോൾ അത് നോക്കി നിങ്ങൾ മേടിക്കുക, ഒരു 3 അല്ലെങ്കിൽ 4. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഒരു 10% മാത്രം മേടിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിവാർഡാണ്. അപ്പോൾ 250 കഴിഞ്ഞിട്ട് നിഫ്റ്റിയിൽ 250 കഴിഞ്ഞ് 500 വരെയുള്ള കമ്പനികളിൽ ഏറ്റവും നല്ല ഒരു 3 കമ്പനി 4 കമ്പനി
നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന സെക്ടറുകളിൽ നോക്കി മേടിക്കുക. ഒരുപാട് കടമുള്ളതോ ഒരുപാട് പ്രൊമോട്ടർമാർ പ്രശ്നങ്ങളുള്ളതോ അങ്ങനെയുള്ള കമ്പനികൾ, ചാത്തൻ കമ്പനികൾ നോക്കി പോകാതെ, അതായത് പ്രൈസ് കുറവാണെന്ന രീതിയിൽ ചാത്തൻ കമ്പനികൾ നോക്കി പോകാതെ നമ്മൾ നല്ല ഹൈ ഗ്രോത്ത് ഉള്ളതാണ് സ്മോൾ ക്യാപ്പ്. അതിൽ നിന്നും ഒരു 10%, 20,000 രൂപ, ഒന്നല്ലെങ്കിൽ 2 കമ്പനി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നന്നായി പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഒരു 10% ഗ്ലോബൽ ETF മോട്ടിലാൽ ഒസ്വാൽ നസ്ഡാക്ക് 100 ETF US ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ ഒരു വിധത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ഈ ഇൻ്റർനാഷണൽ ETFകൾ വാങ്ങുമ്പോൾ അത് നമുക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടാണ്. നമുക്ക് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള ഗ്രോത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മളെ പോർട്ട്ഫോളിയോ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു 10% ഗ്ലോബൽ ETF തന്നെ വാങ്ങണം. അതുപോലെ ഹാങ്സെങ് ബി ഒക്കെ വാങ്ങുക. പിന്നെയുള്ള 10% ഗോൾഡ് ETF വാങ്ങുന്നത് നമുക്ക് ഇൻഫ്ലേഷനെ എല്ലാം മറികടക്കാനാവും. പിന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതും പോർട്ട്ഫോളിയോ താങ്ങി നിർത്തും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഗോൾഡ് ETF. അപ്പോൾ അത് ഒരു 10%-ഓളം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ആ 10% നമ്മൾ പോർട്ട്ഫോളിയോ താങ്ങി നിർത്താനായിട്ട് വളരെ സഹായിക്കും. പിന്നെ ഒരു ഇടിവുണ്ടായാലും നമുക്കത് താങ്ങി നിർത്താൻ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.